പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വേഗപരിതവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അടിസ്ഥാന വേദോപദേശങ്ങൾ എന്ന ബൈബിൾ പഠന പരമ്പരയുടെ 28ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ വരുവനാകുന്ന ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളായ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വേർപാട് മുതലായ ഉപദേശ വിഷയങ്ങളെക്കുറിച്ചെല്ലാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്ന ഫേസ്ബുക്ക് ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഇന്ന് അതിൻ്റെ 5ാമത്തെ ഉപദേശ വിഷയമായ കൂട്ടായ്മ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ബൈബിൾ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും അവരെ കൂടെ ഈ വരും ദിവസങ്ങളിൽ ഈ ലൈവ് കാണുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ കൂട്ടായ്മ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:42 പ്രകാരം പറയുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോയി. പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട ജനങ്ങൾ അവരോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം, അടുത്ത് നിങ്ങൾ ഓരോരുത്തൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു, സ്നാനപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് പറഞ്ഞു. അത് വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുവിൻ. വേർപാടിന്റെ ഉപദേശം അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് വേർപെട്ടവർ ഒരു കൂട്ടായ്മ ആചരിക്കണം. ഇങ്ങനെ ലോകത്തിൽ നിന്ന് വേർപെട്ടവർ, പാപത്തിൽ നിന്ന് വേർപെട്ടവരെല്ലാം ഒരു കൂട്ടായ്മ ആചരിക്കണമെന്ന് അപ്പോസ്തലൻ അവരോട് ഉപദേശിച്ചു. അതിൽ 41ാമത്തെ വാക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അങ്ങനെ പറഞ്ഞ സ്നാനമേറ്റു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിശ്വസിച്ചവരെല്ലാവരും 44ാമത്തെ വാക്യത്തിൽ വിശ്വസിച്ചെല്ലാവരും ഒന്നിച്ചിരുന്നു. അപ്പോൾ അവിടെ കൂട്ടായ്മ ആരംഭിക്കുകയാണ്. അന്നത്തെ ആദിമസഭയിലുള്ള കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ സകലവും പൊതുവക എന്നെണ്ണുകയും അവരെല്ലാവരും അവിടെ കൂടി വന്നവരെല്ലാം കാര്യങ്ങളെല്ലാം പൊതുവക എണ്ണി എല്ലാവർക്കും ഉള്ളതുപോലെ പങ്കിട്ടു കൊടുത്തു. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഫലമായി ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും ഒക്കെ ഉണ്ടാവുകയും അങ്ങനെ വീണ്ടും വീണ്ടും ആൾക്കാർ രക്ഷിക്കപ്പെടുന്നവർ അവർ ദിനംപ്രതി സഭയോട് ചേർക്കപ്പെടുകയും ചെയ്തുകൊണ്ട് അപ്പോൾ ആ കർത്താവിൻ്റെ വചനം കേട്ട് കൂട്ടായ്മ ആചരിച്ചപ്പോൾ അവർക്ക് വലിയൊരു ദൈവിക സന്തോഷം അവരുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, കൂട്ടായ്മ ബന്ധത്തിൽ വളരെ സന്തോഷം ഉളവാകും. നമുക്ക് കർത്താവിനെ പിൻപറ്റുമ്പോൾ വേണമെങ്കിൽ ഒറ്റയ്ക്കും പിൻപറ്റി പോകാം. പക്ഷെ അതിനേക്കാളെല്ലാം നല്ലത് ഒരു കൂട്ടായ്മ ബന്ധത്തിൽ പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അത് കർത്താവിൻ്റെ ഉപദേശത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ആദിമസഭയിലുള്ളവർ ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചു പോകും. ഒന്നിച്ചുള്ള ഒരു സൗഹൃദം മാത്രമല്ല കൂട്ടായ്മ, പരസ്പരം ആവശ്യങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. അവിടെ സകലവും പൊതുവകയായി എണ്ണുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു.
അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ബന്ധം ആചരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഒരു ദൈവവൈതൽ കാണിക്കേണ്ടതായ കൂട്ടായ്മ? അതിൽ ഒന്നാമതായി നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. കഷ്ടങ്ങൾ വരുമ്പോൾ അതിൽ സഹിഷ്ണുത കാണിക്കണം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. റോമയിലുള്ള വിശ്വാസികളോട് പറയാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. അടുത്ത് പിന്നെ പറയാണ്, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും. ഇപ്പോൾ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കും. ആരാണ് വിശുദ്ധന്മാർ? റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പോലെ മരണശേഷം ആരെങ്കിലും വിശുദ്ധന്മാരാക്കുന്ന ആ വിശുദ്ധന്റെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിരിക്കുന്നവർ, അവർ വിശുദ്ധനാണ്. അങ്ങനെയുള്ള അനേക വിശുദ്ധന്മാർ ഒന്നിച്ചു ചേരുമ്പോൾ വലിയ വിശുദ്ധ ഗണമാകുന്നു, അല്ലെങ്കിൽ വിശുദ്ധന്മാരായി മാറും. വിശുദ്ധന്മാർ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ പലവിധമായ ആവശ്യങ്ങൾ കടന്നു വരും. ഈ ലോകത്തിൽ അവരുടേതായ ഭൗതികപരമായ പലവിധമായ ആവശ്യങ്ങൾ കടന്നു വരും. രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്, അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ മറ്റ് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം എന്ന് പറയും. അടുത്ത് പിന്നെ പറയാം, അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവേൻ. വിശുദ്ധന്മാർ അതിഥികളായിട്ട് വരുമ്പോൾ അവരെ നല്ലവണ്ണം സൽക്കരിച്ച് അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ എന്ന് പറയും. അപ്പോൾ ഒന്നാമതായി ഒരു ദൈവ പൈതൽ അവൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. 2, നമുക്ക് 1 കൊരിന്ത്യർ 1:9 വായിക്കാം. 1 കൊരിന്ത്യർ 1:9 വായിക്കാം. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാൾ 1:9, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പൊ കർത്താവ് നമ്മളെ ഒരു കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്നാണ് കർത്താവ് വിളിച്ചിരിക്കുന്ന കൂട്ടായ്മ? അവിടെ പറയും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ. അപ്പൊ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, അല്ലാതെ ലോകത്തിന്റെ മോഹങ്ങളിലേക്കോ ഒന്നുമല്ല. 2 കൊരിന്ത്യരിൽ പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്, ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ എന്തൊരു കൂട്ടായ്മ. വെളിച്ചത്തിനൊരിക്കലും ഇരുളിനോട് കൂട്ടായ്മ കാണിക്കാൻ ഒക്കുകയില്ല. പാപത്തിന്റെ വഴികളിലൂടെ നടക്കുന്ന പാപിയോട് ഒരിക്കലും കൂട്ടായ്മ കാണിക്കാൻ ഒക്കുകയില്ല. ഇവിടെ ഒരു ദൈവവൈതലിനോട് പറയുകയാണ്, തൻ്റെ പുത്രനെ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവം എന്തിനു വേണ്ടി വിളിച്ചു? യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിൽ നടക്കേണ്ടതിന് വേണ്ടി, യേശുവിനോടൊപ്പം ചേർന്ന് നടക്കേണ്ടതിന് വേണ്ടി, യേശുവുമായിട്ടുള്ള ഒരു ആഴമേറിയ ഒരു ബന്ധത്തിന് ഉടമകളായി തീർന്നുകൊണ്ട് ആ കൂട്ടായ്മ ബന്ധത്തിൽ ഞാൻ നിങ്ങൾ നടക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവവൈതലിന് ഉണ്ടാകേണ്ട ഒന്നാമത്തെ കൂട്ടായ്മ, അവൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. 2, അവൻ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ അവൻ എപ്പോഴും നടക്കണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അടുത്ത 2 കൊരിന്ത്യർ 8:3 നമുക്ക് വായിക്കാം. വിശുദ്ധന്മാരുടെ സഹായത്തിലുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു.
ഇപ്പോൾ കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഒരു ഉപദേശം മനസ്സിലാക്കിയ മക്കതോന്യ സഭകൾ അവർക്കൊരു ദൈവകൃപ ലഭിച്ചു. എന്താണ് അവർക്ക് ലഭിച്ച ദൈവകൃപ? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി. മക്കതോന്യ സഭകൾക്കൊരു ദൈവകൃപയുണ്ടായിരുന്നു. അവർ പ്രാപിച്ച ദൈവകൃപ എന്ന് പറയുന്നത് കഷ്ടതയുടെ കഠിന ശോധനയിൽ, കഠിനമേറിയ കഷ്ടതയിൽ അവരായിരുന്നിട്ടും അവർ സന്തോഷ സമൃദ്ധിയുള്ളവരായിരുന്നു. സന്തോഷം വെറും ഒരു ചില സന്തോഷമല്ല, അവർ സന്തോഷ സമൃദ്ധിയുള്ളവരായി. മഹാദാരിദ്ര്യം വെറും ഒരു ദാരിദ്ര്യമല്ല, മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അവർ മഹാദരിദ്രരായിരുന്നുവെങ്കിലും അവർ മറ്റുള്ളവരോട് ഔദാര്യം ആയിരിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ ഔദാര്യം കാണിക്കുന്നവരായിരുന്നു. അത് ചെറിയൊരു ഔദാര്യമല്ല, ധാരാളം ഔദാര്യം കാണിപ്പാൻ അവർ കാരണമുള്ളവരായിത്തീർന്നു, അല്ലെങ്കിൽ മനസ്സുള്ളവരായിത്തീർന്നു. മാത്രമല്ല, അപ്പോസ്തലന്മാരോട് അവർ വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കും. ഇവിടെ മക്കതോന്യ സഭക്കാര് അപ്പോസ്തലനായ പൗലോസിനോട് പറയുകയാണ് വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മം. അപ്പോസ്തലന്മാർ ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, ഞങ്ങൾ ഏതെങ്കിലും വിശുദ്ധന്മാരെ സഹായിക്കണമോ? ഏതെങ്കിലും സഭകളെ സഹായിക്കണമോ? അവർ മഹാദാരിദ്ര്യം പിടിച്ചവരായിരുന്നു. എന്നാൽ അവർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വലിയ മനസ്സുള്ളവരായിരുന്നു. കാരണം സന്തോഷ സമൃദ്ധി അവരനുഭവിച്ചു. ധർമ്മം കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. അവർ മറ്റുള്ളവരോട് ആ വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മം ഒക്കെ അതിനുവേണ്ടി വളരെ താല്പര്യത്തോടെ ഈ അപ്പോസ്തലന്മാരോട് അപേക്ഷിച്ചു എന്ന് കാണും. അങ്ങനെ അപേക്ഷിക്കുക മാത്രമല്ല, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയ കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അങ്ങനെ ആ താല്പര്യമുണ്ടായപ്പോൾ അവർക്ക് പ്രാപ്തി പോലെയും, അവർക്കുള്ള പ്രാപ്തി പോലെയും, പിന്നെ പ്രാപ്തിക്ക് മീതെയും, പ്രാപ്തി കഴിഞ്ഞും അവർ കൊടുത്തു. പ്രാപ്തിയുള്ളത് പോലെയല്ല. ഇന്ന് നമ്മൾ എത്ര പേർ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ അങ്ങനെ ഉള്ള ഒരു കൂട്ടായ്മ കാണിക്കുന്നു? ഇത് പലപ്പോഴും നമുക്കൊത്തിരി കൊടുക്കാനൊക്കെ പ്രാപ്തി ഉണ്ടെങ്കിലും നമ്മളൊക്കെ കൊടുക്കുന്ന വളരെ തുച്ഛമായ രീതിയിൽ. എന്നാൽ മക്കതോന്യ സഭ അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി, ആരും നിർബന്ധിച്ചില്ല. വലിയ നോട്ടിട് പേഴ്സിനകത്തുനിന്ന് എടുക്കും, നിർബന്ധിച്ച് മുറ്റടുത്തിരിക്കുന്നതെന്നോ. ഇങ്ങനെയല്ല കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്തത്. അവർ സ്വമേധയെ കൊടുത്തു. അതിന് പൗലോസ് സാക്ഷ്യം പറയുകയാണ്. അപ്പോൾ വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധാർമ്മികപരമായ കൂട്ടായ്മ ഉണ്ടാകും. അടുത്ത് നമുക്ക് 2 കൊരിന്ത്യർ 13-14 വായിക്കും. കൊരിന്ത്യർ 13:10. അവിടെ പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. ഞാൻ നേരത്തെ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നു ചേർന്ന് വിശ്വാസ ജീവിതയാത്രയിൽ നടക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഫിലിപ്പിയർ 2:1 അത് തന്നെയാണ് പറയുന്നത്. ഫിലിപ്പിയർ 2:1 ഞാൻ വായിക്കും. ഫിലിപ്പിയർ 2:1 അവിടെ പറയാം, ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ,
ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും, അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയെ കുറിച്ച് പറയുക. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുണ്ട്. വല്ല ആർദ്രതയും മനസ്സലിവ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഒരുവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ ഏക മനസ്സുള്ളവരായി, വിവിധങ്ങളാകുന്ന മനസ്സല്ല. ഒരുത്തൻ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം എന്ന് പറയുന്ന ഒരു രീതിയല്ല. രണ്ട് വ്യക്തികളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിനോട് കൂടെ ഇറങ്ങിത്തിരിച്ചവനായ ലോത്ത് നീരോട്ടമുള്ള പ്രദേശമെല്ലാം കണ്ടു. ഇടയന്മാർ തമ്മിൽ വഴക്കായി. ഒടുവിൽ അവർ തീരുമാനത്തിലെത്തി, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ഒടുവിൽ ഇടതും വലതുമായി തിരിഞ്ഞു. അവിടെ ഒരു മനസ്സോടെ കൂടെ ഇറങ്ങിത്തിരിച്ചവർ പാതിവഴിയിൽ വന്നപ്പോൾ രണ്ടായി പിരിഞ്ഞതായിട്ട് നമുക്ക് അബ്രഹാമും ലോത്തും രണ്ടായി പിരിഞ്ഞതായിട്ട് കാണും. എന്നാൽ ഏക മനസ്സിൻ്റെതായ ഒരു ഉദാഹരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രൂത്തിന്റെ പുസ്തകത്തിൽ രൂത്തും നവോമിയുമാണ്. നവോമി രൂത്തിനെ പിന്തിരിപ്പിക്കുവാനായിട്ട് ആവത് ശ്രമിച്ചപ്പോൾ രൂത്ത് നവോമിയോട് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, നിന്റെ ജനം എൻ്റെ ജനം, നീ പോകുന്നിടത്ത് ഞാനും വരും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, നിന്റെ ദൈവം എൻ്റെ ദൈവം. അവിടെ നമുക്ക് ഒരു മനസ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ദൈവവേദനെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി. ഇപ്പൊ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഒരുപോലെ ഒന്നിനെ മാത്രം സ്നേഹിക്കുന്നു. സ്നേഹം കൊണ്ട് ഐക്യമധ്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവേൻ. അപ്പൊ ഫിലിപ്പിയ സഭയോട് പറയാണ്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി. അപ്പൊ പൗലോസിന്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ തന്റെ ശുശ്രൂഷയെ സ്ഥാപിതമായ സഭയിൽ അവർ ഏക മനസ്സുള്ളവരായിരിക്കണം, അവർ ഏക സ്നേഹമുള്ളവരായിരിക്കണം, അവർ ഐക്യമത്യപ്പെടുന്നവരായിരിക്കണം, അവർ ഏക ഭാവമുള്ളവരായിരിക്കണം. അപ്പൊ ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അടുത്ത മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ. നമ്മുടെ വല്ല ചെയ്യുന്ന ശാഠ്യത്താലാകരുത്. ഈ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നാ സംഭവിക്കുമെന്നുള്ള ഒരു ദുരഭിമാനത്തിൽ നിന്നുള്ളതാകരുത്. അനേകർ ശാഠ്യത്താലും ദുരഭിമാനത്താലും പലതും ചെയ്തു കൂട്ടുക. ചെയ്യാതെ താഴ്മയോടെ, ശാഠ്യവും ദുരഭിമാനം വിട്ടിട്ടവൻ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവി. ഓരോരുത്തർ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നേരെ തിരിച്ച, ഞാൻ വിചാരിക്കുന്നത് ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, മറ്റൊരാൾ വിചാരിക്കുന്ന അദ്ദേഹമാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന് അദ്ദേഹം തന്നെ വിചാരിക്കും. ഞാനിവിടെ കർത്താവിന്റെ വചനം പറയുന്നത് ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളും. അടുത്ത് പറയുന്നത് ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. അപ്പോൾ ഇത്യാദി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ആ കൂട്ടായ്മ ബന്ധം ഏറ്റവും അർത്ഥവത്തായിത്തീരും. ഇന്ന് പലയിടങ്ങളിലും കൂട്ടായ്മ ബന്ധം കാണുവാനായിട്ട് സാധിക്കും. എല്ലാവരും സ്വന്തം കാര്യം സ്വന്തമാണ്. സുവിശേഷ ഘോഷണം പോലെ ഇവാഞ്ചലിസം മാറി അവനവനിസമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം വരണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം എന്നുള്ള കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിക്കുന്നവരായി മാറണം. അപ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ ആയിത്തീരുന്നത്. അടുത്ത ഗലാത്യർ 2:8 നമുക്ക് വായിക്കാം. ഗലാത്യർ 2:8.
അവിടെ 8:9 വായിക്കും. 2:8-9 പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും ഇവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിന് കൂട്ടായ്മയുടെ വലം കൈ തന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന് ജാതികളുടെ ഇടയിലുള്ള സുവിശേഷ ഘോഷണത്തിന് കൂട്ടായ്മയുടെ വലം കൈ കൊടുക്കുന്ന ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതാരൊക്കെയാണ്? യാക്കോബും കേഫാവും യോഹന്നാനും. അവരെല്ലാം സുവിശേഷ ഘോഷണത്തിൽ പൗലോസിന് കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തു. നമ്മൾ അത്ര പേർ സുവിശേഷ ഘോഷണത്തിന് കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തു? സുവിശേഷ ഘോഷണത്തിനാണ് കൂട്ടായ്മ ഇല്ലാത്തത്. ബാക്കി കാര്യാദികൾക്കെല്ലാം കൂട്ടായ്മ കൊടുക്കുവാനാളും. ജാതികളുടെ ഇടയിൽ ഒരക്രൈസ്തവ മേഖലയിൽ സുവിശേഷമൊക്കെ പറയുന്ന വളരെ ത്യാഗപൂർവ്വം സുവിശേഷ ഘോഷണം ചെയ്യുന്ന അനേക സുവിശേഷകരും അവർ പലരും നിത്യചെലവിന് പോലും ബുദ്ധിമുട്ടുമ്പോൾ അതിനൊരു കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുവാനെന്ന് അനേകർക്ക് താല്പര്യമില്ല. ആളുകൾക്കെല്ലാം താല്പര്യം ഇന്നത്തെ പ്രസ്ഥാനങ്ങളിൽ വലിയ വലിയ വിലയേറിയ ദാസന്മാർ സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് പോകുന്ന വിശ്വാസികളുടെ ഇടയിൽ മാത്രം അവർ ഒരുക്കപ്പെടുന്ന പ്രോഗ്രാമുകളിൽ വചനം സംസാരിക്കുന്ന കുറച്ചു പേർ ഇതിനെ ഒരു തൊഴിലാക്കി മാറ്റിയ, പ്രൊഫഷനാക്കി മാറ്റിയ അനേകർക്ക് കൂട്ടായ്മയുടെ വലങ്കരമെന്ന് കൊടുക്കും. എന്നാൽ അക്രൈസ്തവ മേഖലയിൽ സുവിശേഷം അറിയിക്കുന്ന സുവിശേഷകർക്ക് കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ വളരെ കുറവായി മാറിയിരിക്കുന്നു. എന്നാൽ അവിടെ പരിച്ഛേദനക്കാരുടെ ഇടയിലും എല്ലാം സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം ബർന്നബാസിനും പൗലോസിനും കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുന്നവരെ കാണുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർ 2:1 കൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയർ എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. സോറി, 1:5. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഫിലിപ്പിയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, ഒന്നാം നാൾ മുതൽ ഇതുവരെയും എന്ന് പറഞ്ഞാൽ ആ സഭ സ്ഥാപിക്കപ്പെട്ട അന്ന് മുതൽ ഇതുവരെയും ആ ഫിലിപ്പിയിലുള്ള സഭ അപ്പോസ്തലനായ പൗലോസിന്റെ സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുവിശേഷം കേൾക്കുന്ന അന്ന് മുതൽ ഈ സുവിശേഷം അനേകരിൽ എത്തുവാൻ വേണ്ടി നമ്മൾ സുവിശേഷകർക്ക് കൂട്ടായ്മ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യം. ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിച്ച ചില കൂട്ടായ്മകളെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ഒന്നയവിറക്കാം. 1 വിശുദ്ധന്മാരുടെ ആവശ്യത്തിലുള്ള കൂട്ടായ്മ, 2 യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മ, 3 സഹായത്തിനുള്ള ധർമ്മം നൽകുന്നതിനുള്ള കൂട്ടായ്മ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, സുവിശേഷ ഘോഷണത്തിലുള്ള കൂട്ടായ്മ. ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നമുക്ക് മുന്നേറാം. തുടർന്നുള്ള ചില കൂട്ടായ്മകളെ കുറിച്ച് ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. കരുണാസമ്പന്നം നിത്യനീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇവിടുത്തെ ബാധപീഠത്തിലേക്ക് സമയമെടുത്തു വരും. ദൈവമായ കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. എല്ലാ നന്മകളും നിർമാനിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളായി ഭാരപ്പെടുന്നവരാരെങ്കിലും ഇന്ന് രാത്രി ഈ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ കർത്താവ് ഇന്ന് രാത്രിക്കാലം വചനം അയച്ചങ്ങ് സൗഖ്യമാക്കുമാറണമെന്നും കൂടി പ്രാർത്ഥിക്കുന്നു.
ദിവ്യ കൃപയാ ശക്തിയാ നിറച്ച ഒരുപാട് നിർത്തി സഹായിച്ചിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമം തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ